ബഹിരാകാശത്ത് വെച്ച് രണ്ട് വ്യത്യസ്തമായ ഉപഗ്രഹങ്ങളെ ഒന്നാക്കി മാറ്റിക്കൊണ്ട് ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് ISRO. ISROയുടെ സ്പെയ്ഡെക്സ് എന്ന ബഹിരാകാശ പരീക്ഷണത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമസ്കാരം, സഹപാഠിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ കഴിഞ്ഞ ഡിസംബർ 30 PSLV C-60 റോക്കറ്റ് സ്പെയ്ഡെക്സ് ദൗത്യത്തിന്റെ രണ്ട് ഉപഗ്രഹങ്ങളെയും കൂടെ മറ്റ് 24 പേലോഡുകളെയും വഹിച്ചുകൊണ്ട് കുതിച്ചുയർന്നത്. സ്പെയ്ഡെക്സ് എന്ന് പറഞ്ഞാൽ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നാണ്. സ്പേസ് ഡോക്കിംഗ് എന്ന വാക്കിനർത്ഥം ബഹിരാകാശത്ത് വെച്ച് രണ്ട് വ്യത്യസ്തമായ വസ്തുക്കളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. പതിവിലും വലിപ്പമുള്ള ചില പേടകങ്ങളെയാണ് ഇത്തരത്തിൽ 2-3 ഭാഗങ്ങളാക്കി മാറ്റിയ ശേഷം ബഹിരാകാശത്ത് 2-3 തവണകളായി എത്തിച്ച് അവയെ ഡോക്ക് ചെയ്തുകൊണ്ട് പരസ്പരം സംയോജിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലെയുള്ള പേടകങ്ങളെല്ലാം നമ്മൾ ഇത്തരത്തിൽ പല ഭാഗങ്ങളായി ബഹിരാകാശത്ത് എത്തിച്ച ശേഷം കൂട്ടിയോജിപ്പിച്ചെടുത്തവയാണ്. സ്പേസ് ഡോക്കിംഗ് എന്ന ഈ ടെക്നോളജി കൈവശമുള്ള 3 രാജ്യങ്ങളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഒന്ന് അമേരിക്ക, 2 റഷ്യ, 3 ചൈനയായിരുന്നു. എന്നാൽ ഇന്ന് ആ ലിസ്റ്റിലേക്ക് ഇന്ത്യ കൂടി ചേർന്നിരിക്കുകയാണ്. ഒരു പേടകത്തിന് സ്ഥിരമായി ബഹിരാകാശത്ത് തന്നെ നിലനിർത്തണമെങ്കിൽ അതിനെ നമ്മൾ തുടർച്ചയായി ഭൂമിയെ ഓർബിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. നമ്മുടെ എല്ലാ സാറ്റലൈറ്റുകളെയും ബഹിരാകാശ പേടകങ്ങളെയും ഒക്കെ അത്തരത്തിലാണ് വിക്ഷേപിക്കാറുള്ളത്. ഇങ്ങനെ ഭൂമിയെ വലയം വയ്ക്കാനായിട്ട് ഈ സാറ്റലൈറ്റുകൾ അസാമാന്യമായ വേഗത കൈവരിക്കേണ്ടതുണ്ട്. ആ ഒരു വേഗതയെ നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയും. ഭൂമിയിൽ അഥവാ റോഡിൽ ഒരു വാഹനം ഓടുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ വേഗതയുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ മടങ്ങ് വലുതാണ് സ്പേസിൽ ഭൂമിയെ ഓർബിറ്റ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റിൻ്റെ വേഗത എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ കാര്യം എടുക്കുക. ഒരു സെക്കൻഡിൽ ഏകദേശം 8 കിലോമീറ്റർ സ്പീഡിലാണ് ആ ഒരു പേടകം ഭൂമിയെ വലയം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മണിക്കൂറിൽ 8 കിലോമീറ്റർ എന്നല്ല പറഞ്ഞത്, ഒരു സെക്കൻഡിൽ 8 കിലോമീറ്ററോളം വേഗതയിലാണ് ISS എന്ന് പറയുന്ന സ്പേസ് സ്റ്റേഷൻ ഭൂമിയെ വലയം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വേഗതയിൽ തന്നെയാണ് മറ്റെല്ലാ സാറ്റലൈറ്റുകളും ഭൂമിയെ വലയം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ ഒരിക്കലും ഓർബിറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അതിനുശേഷം അവയെ ചെന്ന് റിപ്പയർ ചെയ്യാനോ അതിനുള്ളിലേക്ക് കയറാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു പ്രശ്നത്തെ മറികടക്കാനാണ് നമ്മൾ സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി വികസിപ്പിച്ചത്. നമുക്ക് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാം. ഒരു ബസ് വളരെയധികം വേഗതയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ബസ്സിലേക്ക് ചാടി കയറണമെങ്കിൽ തറയിൽ നിന്ന് നേരിട്ട് ബസ്സിലേക്ക് ചാടി കയറാം. പക്ഷേ അത് വളരെയധികം അപകടം പിടിച്ചൊരു പരിപാടിയാണ്. അതിന് പകരം നമ്മൾ ബസ് ഇങ്ങനെ വളരെയധികം വേഗതയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറ്റൊരു വാഹനത്തിൽ ബസ്സിനെ പിന്തുടരുക. നമ്മുടെ വേഗത പതിയെ കൂട്ടി ബസ്സിനോട് അടുത്തൊരു വേഗതയിൽ എത്തുമ്പോഴത്തേക്കും ബസ്സിൻ്റെ അടുത്തേക്ക് നമ്മൾ വണ്ടി കൊണ്ടുവരികയും നമ്മൾ പതിയെ ബസ്സിലേക്ക് ചാടി കയറാനും നമുക്ക് സാധിക്കുന്നതാണ്. ഇതിന് സാധ്യമാകുന്നത് ആപേക്ഷിക വേഗത എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. അതായത് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയും. നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എതിരെ വരുന്ന വണ്ടികൾ വളരെയധികം വേഗതയിൽ നമ്മളെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതേസമയം നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ വരുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി നമ്മളെ വളരെ പതിയായിരിക്കും കടന്നു പോകുന്നത്. വണ്ടികളുടെ കാര്യം വിട്ടിട്ട് നമുക്ക് സാറ്റലൈറ്റുകളുടെ കാര്യത്തിലേക്ക് പോകാം. ഒരു സാറ്റലൈറ്റ് ഭൂമിയെ ചുറ്റി വളരെയധികം വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മറ്റൊരു സാറ്റലൈറ്റിനെ ആദ്യത്തെ സാറ്റലൈറ്റിൻ്റെ അതേ ഓർബിറ്റിൽ തന്നെ അതിന് പുറകെയായിട്ട് ഞാൻ അയക്കുന്നു. രണ്ടാമത് ഞാൻ അയച്ച സാറ്റലൈറ്റ് പതിയെ അതിൻ്റെ വേഗത കൂട്ടി ആദ്യം പോയ സാറ്റലൈറ്റിൻ്റെ അതേ വേഗത കൈവരിച്ച ശേഷം ഫസ്റ്റ് റോക്കറ്റിൻ്റെ പുറകിലേക്ക് പതിയെ ചെന്ന് കണക്റ്റ് ആവുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. എല്ലാ സ്പേസ് ഡോക്കിങ്ങുകളും ഇത്തരത്തിലാണ് നടക്കുന്നത്. ISROയുടെ സ്പെയ്ഡെക്സ് എന്ന് പറയുന്ന ഒരു ദൗത്യത്തിൽ ഇതുപോലെ 2 സാറ്റലൈറ്റുകളാണുള്ളത്. ഒന്നിനെ SDX-01 എന്നും മറ്റതിനെ SDX-02 എന്നും പേരിട്ടിരിക്കുന്നു. SDX-01 അഥവാ ടാർഗറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ സാറ്റലൈറ്റ് നമ്മൾ ഓർബിറ്റിലേക്ക് അയച്ച ശേഷം ഏകദേശം 3 സെക്കൻഡ് കഴിഞ്ഞ് നമ്മൾ SDX-02 അഥവാ ചേസർ എന്ന് പേരിട്ടിരിക്കുന്ന രണ്ടാമത്തെ സാറ്റലൈറ്റ് അതേ ഓർബിറ്റിൽ തന്നെ ഫയർ ചെയ്യുന്നു. ഇപ്പോൾ 2 സാറ്റലൈറ്റുകളും തമ്മിൽ കിലോമീറ്ററുകളുടെ അകലമുണ്ട്. പതിയെ ഈ ചേസർ എന്ന് പറയുന്ന പുറകെ പോകുന്ന സാറ്റലൈറ്റിൻ്റെ പുറത്തുള്ള ചെറിയ ത്രസ്റ്ററുകൾ വർക്ക് ചെയ്തുകൊണ്ട് ചേസറിനെ മുമ്പിലേക്ക് നയിക്കുന്നു. പതിയെ ചേസറിൻ്റെ സ്പീഡ് കൂട്ടി ടാർഗറ്റ് സാറ്റലൈറ്റിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു. ഇവർക്കിടയിൽ ഏകദേശം 5 കിലോമീറ്റർ ഗ്യാപ്പ് ആകുമ്പോഴേക്കും ഈ 2 സാറ്റലൈറ്റുകളിലുമുള്ള ഇൻ്റർ സാറ്റലൈറ്റ് റേഡിയോ ഫ്രീക്വൻസി ലിങ്ക് ആക്ടിവേറ്റ് ആകുകയും 2 സാറ്റലൈറ്റുകൾ തമ്മിലൊരു കണക്ഷൻ, ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുകയും ചെയ്യും. ഇതെന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ 2 സാറ്റലൈറ്റുകളുടെയും പൊസിഷനും വെലോസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ സാറ്റലൈറ്റുകൾ അടുത്തടുത്തേക്ക് വരുംതോറും ഇതിനകത്തുള്ള ലേസർ റേഞ്ച് ഫൈൻഡറുകളും അതുപോലെ കോർണർ ക്യൂബ് റെട്രോ റിഫ്ലക്ടറുകളും ചേർന്ന് ഇതിൻ്റെ പൊസിഷനുകളെ അലൈൻ ചെയ്തുകൊണ്ട് 2 സാറ്റലൈറ്റുകളുടെയും ഡോക്കിംഗ് സിസ്റ്റത്തിനെ അലൈൻ ചെയ്യും. ഏകദേശം 3 മീറ്റർ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഇതിനകത്തുള്ള ഡോക്കിംഗ് മെക്കാനിസം ആക്ടിവേറ്റ് ആകുകയും ഈ ഒരു ക്ലിപ്പുകൾ 2 സാറ്റലൈറ്റിലും വച്ചിരിക്കുന്ന ആ ഒരു ക്ലിപ്പുകൾ പരസ്പരം കണക്റ്റായി 2 സാറ്റലൈറ്റുകളും ഒന്നായിട്ട് മാറുകയും ചെയ്യും.
അപ്പോഴും ഡോക്കിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു സാറ്റലൈറ്റിൽ നിന്ന് അടുത്ത സാറ്റലൈറ്റിലേക്ക് ഒരു ഇലക്ട്രിക് കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി 2 സാറ്റലൈറ്റുകളിലും 2 സെപ്പറേറ്റ് ഹാൻഡിലുകൾ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും പരസ്പരം കണക്റ്റ് ആകുന്നതോടുകൂടി ഒരു സാറ്റലൈറ്റിൽ നിന്ന് മറ്റൊരു സാറ്റലൈറ്റിലേക്ക് ഇലക്ട്രിക് സിഗ്നലുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനൊക്കെ സാധിക്കുന്നു. ശേഷം 2 സാറ്റലൈറ്റുകളുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള പ്രവർത്തനം നമ്മൾ ഒരൊറ്റ സാറ്റലൈറ്റിലേക്ക് മാറ്റുകയും ഡോക്കിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുകയും ചെയ്യുന്നു. ഇനി ഡോക്കിംഗ് പോലെ തന്നെ പ്രധാനമാണ് അൺഡോക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതായത് ബന്ധിപ്പിച്ച 2 സാറ്റലൈറ്റുകളെ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതും വളരെയധികം പ്രധാനമാണ്. അതും ഈ ഒരു സ്പെയ്ഡെക്സ് എന്ന് പറയുന്ന മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ഈ ഒരു ദൗത്യം വളരെ വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ഭാവിയിലേക്കുള്ള ISROയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മിഷൻസിന് ഒരു മുതൽക്കൂട്ടായിട്ട് ഇത് മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഉടൻ തന്നെ വരാൻ പോകുന്ന ചന്ദ്രയാൻ 4 മിഷൻ, അതുപോലെ ഗഗൻയാൻ മിഷൻ, അതുപോലെ തന്നെ ഭാരതി അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ സ്റ്റേഷൻ്റെ പ്രവർത്തനത്തിനും ഈ ഒരു ടെക്നോളജി വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് മാറും. നമ്മൾ ഭാവിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന വലിയ പേടകങ്ങളുടെ സമയാനുസൃതമായിട്ടുള്ള മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് വരുമ്പോൾ അതിനെ റിപ്പയർ ചെയ്യുകയും അതിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുകയും ബഹിരാകാശ പേടകങ്ങളുടെയൊക്കെ ആയുസ് വർദ്ധിപ്പിക്കാനൊക്കെ നമുക്ക് ഈ ഒരു സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. ഇനി ഒരു അല്പം കൂടി വിശാലമായ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ISRO എപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ള സ്പേസ് മിഷൻ്റെ ഒരു അംബാസഡേഴ്സാണ്. മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് സ്പേസ് ഏജൻസികൾ ISROയെ സമീപിക്കുന്നത് വളരെയധികം ചുരുങ്ങിയ ചെലവിൽ ഒരു സ്പേസ് മിഷനെ സാധ്യമാക്കുക എന്നുള്ള ആവശ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള സ്പേസ് ഡോക്കിംഗ് ടെക്നോളജി കൈവശമുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ഉറപ്പായിട്ടും ഇന്ത്യയെ സമീപിച്ചുകൊണ്ട് കൊമേഴ്ഷ്യലായിട്ട് കൂടി ISROയ്ക്ക് അതൊരു വലിയ നേട്ടമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ചിന്തകൾ? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും രസകരമായിട്ടുള്ള ശാസ്ത്ര വിഷയങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.